ഇന്ന് ഞാൻ വന്നതിൻ്റെ ശേഷമുള്ള ആദ്യത്തെ ട്രിപ്പിന്, അതായത് നമുക്ക് കോളേജിൽ നിന്ന് എല്ലാ വ്യാഴാഴ്ചയും ഒരു കൾച്ചറൽ വിസിറ്റ് ഉണ്ടാവും. അതായത് നമുക്ക് അറബ് കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യാനും അതേമാതിരി നമ്മളെ ലാംഗ്വേജ് എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നാഷണൽ മ്യൂസിയത്തിലേക്കാണ്. ഞാൻ വന്ന് 2ാമത്തെ ദിവസമാണ് നമ്മൾ പോയത്. അങ്ങനെ അവിടെ എത്തി നമുക്ക് ഒരു ഗൈഡ് ഉണ്ടാവും. ആ ഗൈഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന് നമ്മൾ നല്ലോണം കേൾക്കുകയും അത് അറബിയിലും പിന്നെ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിലൊക്കെ അങ്ങനെ വിവരിച്ച് തന്ന് നല്ല ഇതിൽ മനസ്സിലാക്കി തന്നെ അതിനും പോയത്. നല്ലൊരു പരിപാടിയായിരുന്നു. കാരണം അറബ് കൾച്ചറും, അതായത് എന്താണ് അറബിൻ്റെ ആദ്യകാലങ്ങളിൽ അറബ് എങ്ങനെയായിരുന്നു, അവിടുത്തെ ജീവിത രീതി, ജീവിത സാഹചര്യങ്ങൾ, പിന്നെ എങ്ങനെയൊക്കെ ആയിരുന്നു പോലെ വീടുണ്ടായിരുന്നത് പോലെ. ഇതിപ്പോൾ കാണിക്കുന്നത് അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പാണ്. അതായത് ഓരോ ഏരിയയിൽ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ബീച്ച് സൈഡ് ഉണ്ട്, പിന്നെ മരുഭൂമി മാത്രമുള്ള സ്ഥലങ്ങളുണ്ട്, അങ്ങനെ ഓരോ ഏരിയയിലുള്ളതാണ്. പിന്നെ ഇത് പണ്ടത്തെ ആ ലാംഗ്വേജ് എന്താണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെ മൂപ്പരിങ്ങനെ വിവരിച്ചിരുന്നുണ്ട്. പിന്നെ അവിടുത്തെ അതായത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ഒരു വീടിൻ്റെ ഒരു ചെറിയ, പക്ഷേ അതൊക്കെ സ്ക്രീനിൽ വലിയ ഇതായിട്ട് തന്നെ ആ സ്ഥലത്തെ ഇതന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോ സ്ഥലത്ത് പോയാലും അതിനായിട്ടുള്ള സ്പെസിഫിക് സ്ഥലത്ത് പോയാൽ അത് നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ ഈ ഖബറിൻ്റെ ഒക്കെ ഒരു ഏരിയ എന്ന് പറയുന്നത് അൽ ഉല ആ ഭാഗത്താണ്. അവിടെ പോയാൽ നമുക്ക് കാണാം. പിന്നെ ഇത് പണ്ട് കാലത്തുണ്ടായിരുന്ന നാണയങ്ങൾ, പിന്നെ ഇത് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു എന്താ പറയുക, ആ കല്ലൊക്കെ എന്തോ ഒരു ഇതേമാതിരി മുമ്പ് എന്തോ ഒന്ന് പറഞ്ഞതിനും മറന്നുപോയി. പിന്നെ പുറത്തൊക്കെ നല്ല പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു അടിപൊളി സംഭവമാണ് നാഷണൽ മ്യൂസിയം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറാൻ ടിക്കറ്റ് ഉണ്ടോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ പിന്നെ കോളേജിൻ്റെ ഇത് ബന്ധപ്പെട്ട് പോയതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതൊന്നും വന്നിട്ടില്ല. നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ എന്തായാലും കാണേണ്ട വൺസിനെ എന്താ പറയുക, റിയാദിലുണ്ടെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പുറത്ത് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ല പാർക്കുണ്ട്. പിന്നെ ലാസ്റ്റ് നമുക്ക് അവിടെ നിന്നൊരു ജ്യൂസും കിട്ടി പരിപാടി.